നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇൻഡെക്സ് ലെവൽസും ഒക്കെ നമ്മുടെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ബോൾ ലൈൻസിനെയൊക്കെ ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എക്സ്പയറീസ് എല്ലാം ചേഞ്ച് ചെയ്തു. നമ്മളുടെ നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസ് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഈ ഇൻഡെക്സിൻ്റെ എക്സ്പയറീസ് എല്ലാം ചേഞ്ച് ചെയ്തത് കൊണ്ട് നമ്മുടെ ഇതിനകത്ത് കിട്ടുന്ന ലിക്വിഡേഷൻ വളരെ കുറവാണ്, ലിക്വിഡിറ്റി വളരെ കുറവാണ്. അപ്പോൾ ആ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീക്കെൻഡും മന്ത് എൻഡും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറേണ്ടി വരും. അത് നമുക്ക് വീക്കെൻഡ് തന്നെ അതിൽ തന്നെ ഹൈയും ലോയും എടുത്തിട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു പ്രിപ്പറേഷൻ മാറ്റുകയാണ്. നമ്മളുടെ ഇന്ന് തന്ന ലെവൽസ് നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ തന്നിട്ടുണ്ടായിരുന്നത്, നോക്കിക്കോളുക. ഇത് വെച്ചിട്ട് നമുക്ക് 1-2 ലെവൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നോക്കിക്കോളൂ. ഈ ഒരു 6th ക്യാൻഡിൽ എന്ന് പറയുന്നതാ ഇറങ്ങി സി ക്യാൻഡിൽ ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, കണ്ടോ. 6ാമത്തെ ക്യാൻഡിൽ ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ്. മറ്റേ സി പൊസിഷനും അങ്ങനെ തന്നെയാണ്, ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. പി പൊസിഷൻസിലേക്ക് വരാം. പി പൊസിഷൻ അതേസമയം കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അവിടുന്ന് അപ്പം തന്നെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ടച്ചിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒരു 1 ഡയറക്ഷണൽ മൂവ്മെൻറ്റിൽ തിരിച്ച് പോരും. അപ്പോൾ നമുക്ക് ഒരു എന്ത് കൊടുക്കാം, ഇത് പി ആണ്. പി മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരും. അപ്പോൾ പി റിജക്റ്റ് ചെയ്യുമെന്നും സി കയറും എന്നുമാണ് പറയുന്നത്. സോ നമുക്ക് അവിടുന്ന് ഒരു സി ട്രെൻഡ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. ഇത് 6th ക്യാൻഡിലാണ്. തൊട്ടടുത്ത 7th ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് എടുക്കുക. 7th ക്യാൻഡിൽ നമ്മൾ ട്രേഡ് കൊടുക്കുകയാണെങ്കിൽ നോക്കിക്കോളാം. 7th ക്യാൻഡിൽ നമ്മൾ സി ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 കണ്ടോ. ഈ ഒരു ക്യാൻഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാം. ഒരു 60 രൂപയ്ക്ക് പോലും നമ്മൾ കൊടുത്താൽ തന്നെ നമുക്ക് കണ്ടോ 120 വന്നിട്ടില്ല, 100% റിട്ടേൺ വന്നിട്ടില്ല, എങ്കിലും നല്ല രീതിയിലുള്ള റിട്ടേൺ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്നാൽ ബാങ്ക് നിഫ്റ്റിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇത് നമ്മൾ വീക്കെൻഡും മന്ത് എൻഡും വെച്ചിട്ടുള്ള പ്രിപ്പറേഷനാണ്. നമ്മളിതിൽ നിന്ന് ചേഞ്ച് ചെയ്യാണ്. ഒരേ വീക്കെൻഡ് തന്നെ, അതായത് ഈ November 27 തന്നെയുള്ള നമ്മളുടെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇതേ പൊസിഷനിൽ നമുക്കിവിടെയും ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 6th ക്യാൻഡിൽ നോക്കുക. 1 2 3 4 5 6th ക്യാൻഡിൽ കണ്ടോ. നമുക്കിത് ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നുണ്ട് അവിടുന്ന്. അതേസമയം ഇവിടെ അങ്ങനെ തന്നെയാണ്. ദെൻ ഇവിടെയും ബോൾ ലൈൻ ടച്ചിങ് റിജക്ഷൻ കണ്ടോ, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് അക്യുറേറ്റ് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, വീക്കെൻഡ് തന്നെ എടുക്കാം. അതുപോലെ ചെന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ഇവിടെയും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. അതേസമയം ഇവിടെ ഫസ്റ്റ് ലെവലാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് 100% അക്യുറസി കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ട്രേഡ് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത് നോക്കുക, നിഫ്റ്റിയെ നോക്കുക. നിഫ്റ്റി അതേസമയം എന്താ കണ്ട കയറി പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സി പൊസിഷൻ നിഫ്റ്റിയിൽ നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കണ്ടോ. കയറിപ്പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതേസമയം നമുക്ക് ഇപ്പുറത്ത് ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ടച്ചിങ് ഇല്ല, ടച്ചിങ് കുറവാണ്, ചെറിയ രീതിയിൽ മുകളിൽ നിൽക്കുകയാണ്. പക്ഷേ ഇത് ഡിസംബറിൽ നമ്മളുടെ ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്കിത് നിഫ്റ്റിയെ മാറ്റിയിട്ട് നമുക്ക് ഒരേ വീക്കെൻഡ് തന്നെ നോക്കിക്കുക, നല്ല രീതിയിലുള്ള റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറി പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. സി പൊസിഷൻ ഇവിടെ അങ്ങനെ തന്നെ കയറി പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. പി പൊസിഷൻസ് ആണെങ്കിൽ അതേസമയം ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നമുക്ക് ഒരേ വീക്കെൻഡ് തന്നെ എടുക്കാം. പിന്നെ വീണ്ടും ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു നമ്മൾ ഒരേ വീക്കെൻഡ് തന്നെയാണ് എടുക്കുകയാണെങ്കിൽ ഒരു പൊസിഷൻ കൂടി ഉണ്ടായിരുന്നു സിയിൽ, നിഫ്റ്റിയിൽ കണ്ട ഇറങ്ങി വന്ന് നമ്മുടെ ഈ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്ന സിറ്റുവേഷൻ. ബി പൊസിഷൻ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നു. അതേപോലെ ഇപ്പുറത്തും അങ്ങനെ തന്നെയാണ്, ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. താഴേക്ക് നോക്കുക, സി പൊസിഷൻ കയറി പോയി ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ സി പൊസിഷൻ വീണ്ടും ഇടിയാൻ പോകുന്നു, അവിടെ ഒരു പി ട്രെൻഡ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് കണ്ടോ. 1 2 3 4 4th ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യും. 5th ക്യാൻഡിൽ നമുക്കൊരു പി ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. 4th ക്യാൻഡിൽ കണ്ടോ 1 2 3 4 4th ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. 5th ക്യാൻഡിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു കണ്ടോ. 70 റുപ്പീസിന് തന്നെ നല്ല രീതിയിൽ റിട്ടേൺ അവിടെയും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് വീക്കെൻഡും മന്ത് എൻഡും എന്നുള്ള പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഒരേ വീക്കെൻഡിൽ തന്നെയുള്ള 4 ഗ്രാഫുകളായിരിക്കും തരുന്നത്. ഫിൻനിഫ്റ്റിയും അതുപോലെ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഫിൻനിഫ്റ്റിന്ന് നല്ലൊരു കൺസോൾട്ടേഷൻ കാണിച്ചുകൊണ്ട് ഒരു സി ആണെങ്കിലും പി ആണെങ്കിലും ഒരു സെല്ലിംഗ് മൊമെൻറ്റം തന്നെയാണ് കാണിച്ചിരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ നിഫ്റ്റി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ ഫിൻനിഫ്റ്റിയിലും കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇറങ്ങി വന്നിട്ട്
നമ്മളുടെ പി പൊസിഷൻ ഇറങ്ങി ലാസ്റ്റ് ലൈനിൽ വരുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ അധികം നല്ല മൂവ്മെൻറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മളുടെ നിഫ്റ്റിയിലാണ് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്കിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയത്. 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഈ 2 ഓപ്പർച്യൂണിറ്റിയും നമ്മളുടെ വീക്കെൻഡ് പൊസിഷനിലേക്ക് നമ്മൾ മാറുന്ന ഗ്രാഫിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്ന് തന്ന ഗ്രാഫ് പ്രകാരം ഒരു പൊസിഷൻ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലാണ് നമുക്കൊരു പൊസിഷൻ, നല്ലൊരു പൊസിഷൻ ഇന്നുണ്ടായിരുന്നത്. മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പി പൊസിഷൻ എന്ന് പറയുന്നത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജസ്റ്റ് താഴത്തേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു പൊസിഷനെ ബാങ്ക് നിഫ്റ്റി പ്രകാരം ഇന്ന് തന്ന ഗ്രാഫിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഓവർ ട്രേഡ് ചെയ്യരുത്. ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നില്ല എന്ന് കരുതിയിട്ട് കാണുന്ന എല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കരുതരുത്. നമുക്ക് 3 ഒരേപോലെ ടച്ച് ചെയ്താൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അവിടെ മാത്രമേ നമ്മളെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ലെവൽസിനെ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന കാര്യം പറയുകയാണ്. പിന്നെ നമ്മളുടെ ഈ സ്ട്രൈക്ക് ലെവൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് പെയ്ഡാണ്. നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണം. ഓക്കെ.